എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള തസ്തികയിലേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന്റെ GK പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ആൻസർ സി, സംബാദ് കൗമുദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരെ? ആൻസർ ബി, DK കാർവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധബാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? ആൻസർ ബി, മറാത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ? ആൻസർ സി, അബനീന്ദ്ര നാഥ ടാഗോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ആൻസർ എ, ഒരു തവണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാരെ? ആൻസർ സി, NV കൃഷ്ണവാര്യർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ആൻസർ ബി, റഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ആൻസർ എ, ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരമേത്? ആൻസർ എ, പുന്നപ്ര വയലാർ സമരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? ആൻസർ സി, വെല്ലൂർ കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെ? ആൻസർ എ, G ശങ്കരക്കുറുപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരെ? ആൻസർ എ, കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരെ? ആൻസർ എ, KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം? ആൻസർ എ, അനുച്ഛേദം 338B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? ആൻസർ സി, അനുച്ഛേദം 21A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? ആൻസർ എ, യുണൈറ്റഡ് കിങ്ഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എ, വാർത്താവിനിമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശവൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു? ആൻസർ സി ആണ്, 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി എന്നുള്ളതും പിന്നെന്താണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നു എന്നുള്ളതും ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന? നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ആൻസർ ഡി ആണ്, നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായത്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ്? ആൻസർ ഡി, ഗാന്ധിജിയുടെ മരണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ എ, മൈസൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? ആൻസർ ഡി, ഓസ്ട്രേലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? ആൻസർ സി, വിഴിഞ്ഞം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ്. ആൻസർ സി ആണ്, ഗുജറാത്തും മധ്യപ്രദേശും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഡി ആണ്, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരയിലാണ് എന്നുള്ളതാണ് അതുമായി ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ആൻസർ എ ആണ്, വടക്കൻ സിർക്കാസ് തീരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ, ഹിമാലയ പൂർവ്വഘട്ടം, കിഴക്കൻ മലനിരകൾ, ലഡാക്ക്. ആൻസർ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ എന്നുള്ളതാണ് ശരിയായ ജോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ആൻസർ എ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ആൻസർ സി, UN സെക്രട്ടറി ജനറൽ. പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഡി ആണ്, ഛത്തീസ്ഗഡ്, രൂപേഷ് ബാഗേൽ എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ആൻസർ ബി, ഇറാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ബി, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ആൻസർ എ ആണ്, അതായത് കണ്ണൂരും കാസർഗോഡും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ എ, 78. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ആൻസർ സി, അഷ്ടമുടിക്കായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ബി, ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ആൻസർ ബി, ഷോളയാർ, പാലക്കാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഡി, ആറളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ബി, ഇരവികുളം ദേശീയോദ്യാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ തവണ അർജുന അവാർഡിനെ നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 അപ്പൊ എന്താണ്? അത്ലറ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ആൻസർ ഡി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ആൻസർ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആൻസർ ബി വൈകുണ്ഠസ്വാമികൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത്? ആൻസർ ഡി ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത്? ആൻസർ സി ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആൻസർ ബി മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേരെന്ത്? ആൻസർ എ ആദിത്യ L1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ആൻസർ സി വിരാട് കോഹ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? ആൻസർ എ അല്ലു അർജുൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ആൻസർ ഡി പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ സി അപര്യാപ്തത രോഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലുകൾ ഏവ? ആൻസർ ഡി പവിത്ര അന്നപൂർണ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഡി മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ശരിയല്ല, തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? കാൽസ്യം, സോഡിയം, ഫോസ്ഫറസ്, അയഡിൻ. ഇതിലേതൊക്കെയാണെന്ന്? ആൻസർ എ ആണ്. 1 ശരിയും 3 ശരിയുമാണ്. അതായത് ഫോസ്ഫറസ്, കാൽസ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? ആൻസർ സി ആണ് മലമുഴക്കി വേഴാമ്പലും പിന്നെ എന്താണ് മലബാർ വെരുക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? ആൻസർ എ കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ആൻസർ ഡി ചെറുധാന്യങ്ങൾ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. അലൂമിനിയം ബോക്സൈറ്റ്, സിങ്ക് ഗലീന, ഇരുമ്പ് ഹേമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്. ആൻസർ ബി ആണ് സിങ്ക് ഗലീന എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഉയരം, മാസ്, പ്രവേഗം, ഗുരുത്വാകർഷണം. ആൻസർ സി ആണ്. ഏതിനെയാണ്? മാസിനെയും പ്രവേഗത്തിനെയാണ് അത് ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഗതികോർജം എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക? ഹാഫ് mv² ആണ്. അപ്പൊ m എന്ന് പറയുന്നത് മാസും v എന്ന് പറയുന്നത് എന്താണ്? പ്രവേഗമാണ്. നെക്സ്റ്റ്. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്യുമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആൻസർ ഡി ആണ് ക്വാണ്ടം ഡോട്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ശരിയല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ആൻസർ സി ആണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ആൻസർ ഡി, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിന്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ആൻസർ എ ആണ്, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ആൻസർ സി ആണ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. പിന്നെ എന്താണ്, സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ് എന്നുള്ളതുമാണ് ശരിയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായ രോഗാണു? ആൻസർ എ, ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? മഞ്ഞപ്പിത്തം, മന്ത്, മീസിൽസ്, മലമ്പനി. ആൻസർ ഡി ആണ്, അതായത് മന്തും മലമ്പനിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷണത്തെ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണിത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ആൻസർ എ ആണ്, 1 ശരി 3 ശരിയാണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണ് ഏതെന്ന് പറയുന്നത് നാര്. പിന്നെ എന്താണ്, ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ്? ആൻസർ ബി, സ്റ്റെതസ്കോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് എന്നുള്ളതാണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റ് കെയിൻ ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ, കണ്ണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഡി ആണ്, ഡയറിയ ബാക്ടീരിയ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അണുബാധ, ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ. ആൻസർ എ ആണ്, 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ബി, വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നുള്ളതാണ് തെറ്റായത്. വിറ്റാമിൻ സി ഏതിലാ ലയിക്കുക? ജലത്തിൽ ലയിക്കുന്നവയാണ് അല്ലെ. എ, ഡി, ഇ, കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ്? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ആൻസർ സി ആണ്, ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് എന്നുള്ളതും പിന്നെ എന്താണ്, കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതുമാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അതായത് കൊതുക് ഉണ്ടാക്കുന്ന രോഗങ്ങൾ പകരാതിരിക്കാനുള്ളത്. പിന്നെ എന്താണ്, ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ആൻസർ എ ഹൃദയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആൻസർ സി ആസാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഡി മഹാരാഷ്ട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? ആൻസർ എ കേരളം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.